നമസ്കാരം. വയസ്സ് 82 ഒരു ജീവിതകാലം മുഴുവൻ ഈ നാട്ടിലെ പാവം ജനങ്ങളെ പറ്റിച്ച് ജീവിച്ച ചിലരുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷെ കക്ഷി ഇപ്പോഴും കാലം മാറിയത് അറിഞ്ഞിട്ടില്ല. ജനങ്ങൾ ഹൈടെക്കിലേക്കും ബ്ലൂ ചിപ്പിലേക്കും അവിടുന്ന് ഇതാ 7G യുഗത്തിലേക്കും മാറിയത് പുള്ളിക്കാരൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കേരളം മുഴുവൻ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ക്യാമറ സർവൈലൻസിലാണെന്നോ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും കണ്ണു തുറന്നിരിക്കുന്ന ഓരോ ലൈവ് ക്യാമറയാണെന്നോ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അയാൾ ഇപ്പോഴും ആ പഴയ വിന്റേജ് ദേശാഭിമാനി യുഗത്തിലാണ് ജീവിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടത്. റോഡിലെ ചെളിവെള്ളം കുപ്പിയിൽ ശേഖരിച്ച് സഭയിൽ കൊണ്ടുവന്ന് ഉയർത്തിക്കാട്ടി വലിയ ഇരവാദം ഉയർത്താൻ നോക്കിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ സഭയ്ക്ക് മുന്നിൽ നാണം കെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ കാരണഭൂതനും ടീമും. താൻ ശീലിച്ച ആ പഴയ ഉഡായിപ്പടവുകൾ ഇപ്പോഴും പയറ്റാൻ നോക്കുന്നു. പക്ഷേ ഓരോ തവണയും അത് ചീറ്റിപ്പോവുകയാണ്. ഇത്രയധികം ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്ന ജനങ്ങൾക്ക് വിവരമുള്ള ഈ 2026-ലും ഇവർ ഇതുപോലെയുള്ള ഫ്രോഡ് പണികൾ ജനപ്രതിനിധികളുടെ മുന്നിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണം. പണ്ട് വെറും ആകാശവാണി മാത്രമുണ്ടായിരുന്ന കാലത്ത് കണ്ണൂരിലെ പാവം ജനങ്ങളെ ഇവർ എത്രമാത്രം പറ്റിച്ചിട്ടുണ്ടാകണം. ലോകം ഹൈടെക് ആവുകയും ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും മുക്കിലും മൂലയിലും ലഭ്യമാവുകയും ചെയ്തപ്പോൾ ലോകത്താദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഇല്ലാതാകുന്നതിന്റെ ഫസ്റ്റ് ഹാഫാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വിവരവും സാങ്കേതിക വിദ്യയും വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ അവസാന നാളുകൾ അടുക്കുകയാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു തലമുറയെ പറ്റിച്ചു മാത്രം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന കണ്ണൂരിന്റെ ഒരു ഗ്യാങ്സ്റ്റർ പാർട്ടിയാണിതെന്ന് കഴിഞ്ഞ 10 വർഷമായി പലരും നിരന്തരം പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ വലിയ പാരായണമാണ് നടത്തിയത്. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? അറിവ് ജനങ്ങളുടെ വിരൽ തുമ്പിലെത്തിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം പരമ്പരാഗത കള്ളന്മാർക്ക് ഫീൽഡിൽ നിന്ന് പിന്മാറേണ്ടി വരുമെന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇനി അങ്ങോട്ട് ഏതൊരു പാർട്ടിക്കും ഭരണത്തിൽ വരണമെങ്കിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും വിവരവും വിദ്യാഭ്യാസവും വേണം. മാറുന്ന ലോകത്തിനനുസരിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനം മുഖം തിരിക്കും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അവസ്ഥയൊന്ന് നോക്കണം. വീട്ടിലാണെങ്കിൽ SFIOയും EDയും വട്ടം ചുറ്റി നിൽക്കുന്നു. ഏത് സമയത്തും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഇരുന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ പിണറായി വിജയൻ ടെൻഷനിലാണ്. ഇനി സഭയിലേക്ക് വന്നാലോ അവിടെ മുഖ്യമന്ത്രി VD സതീശനും അംഗങ്ങളും ചേർന്ന് ദിവസവും വിജയനെ വാരിയെടുത്ത് ഭിത്തിയിൽ തേക്കുകയാണ്. എന്നിട്ടും സഭയിൽ ആ ചെളിവെള്ളം പിടിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിൽപ്പാണ് മാസ്. പണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ സഭയിൽ നനഞ്ഞ കോഴിയെ പറപ്പിക്കുന്ന വിസ്മയ കാഴ്ചയാണ് മുഖ്യമന്ത്രി VD സതീശൻ കാട്ടിത്തന്നത്. പ്രതിപക്ഷത്തിന്റെ എല്ലാ ബോളുകളും സിക്സർ അടിക്കുന്ന സതീശനെ നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നു, മാസ് BGM ഇട്ട് വരുന്നു, കാഞ്ചി വലിക്കുന്നു. പക്ഷേ വെടികൊള്ളുന്നത് സ്വന്തം കാലിൽ തന്നെയാണ്. പണ്ട് ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിലെ ഊരിപ്പിടിച്ച കത്തിയും തോക്കും പീരങ്കിയും എല്ലാം വെറും തള്ളുകൾ മാത്രമായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച മറ്റൊരു ഏകപക്ഷീയമായ പകൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കടന്നുപോയത്. നിയമസഭാ ചർച്ചകളിൽ ഇനി അങ്ങോട്ട് 5 വർഷവും ഈ കാരണഭൂതൻ ടീമിന്റെ ഗതി തോൽവി തന്നെ ആയിരിക്കുമെന്ന് പ്രവചിക്കുന്ന രീതിയിലാണ് UDFിലെ ഓരോ അംഗങ്ങളും വാക്ഷരങ്ങളുമായി ഇന്നലെ ഇടിവെട്ടി പെയ്തത്. ഭരണത്തിനും ജനങ്ങൾക്കുമിടയിൽ നേർത്തൊരു മറയായി പോലും നിൽക്കാൻ കെൽപ്പില്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ പ്രതിപക്ഷമേ, നിങ്ങൾ കുറച്ചുകൂടി അവധിയെടുത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇനിയും വയറ് നിറച്ചു കിട്ടും. കാരണം നിങ്ങൾ പുറത്തു പറയുന്ന ഓരോ ചോദ്യത്തിനും മറുപടിയായി നിങ്ങൾ മുൻപ് കാട്ടിക്കൂട്ടിയ കോടികളുടെ അഴിമതികളുടെ കഥകളാണ് പുതിയ ഭരണപക്ഷം വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ ഈ പഴയ ചെളിവെള്ള ഉഡായിപ്പുകളൊന്നും സതീശന്റെയും പുതിയ UDF സർക്കാരിന്റെയും മുൻപിൽ ചെലവാകില്ല എന്ന് ഉറപ്പാണ്.